ഈ 2 ഐറ്റം കണ്ടോ? വാഴയ്ക്കയും പിന്നെ നമ്മുടെ ഉണക്കമീനും ഇത് വെച്ചിട്ട് പൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ? അപ്പം നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി കടുകൊന്ന് പൊട്ടിക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് രണ്ടും ഒന്ന് മൂത്ത് വരുമ്പോഴേക്കുവേ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഏതാണ്ട് ഇതുപോലെ ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കുവേ ഇനി ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിയൊരു തക്കാളി ആയിരുന്നു കേട്ടോ. അതും ചേർത്ത് തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറ്റിയെടുത്തിട്ട് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് ഇത് നല്ല പോലെ അങ്ങ് തിളച്ച് വരണേ. ഇതുപോലെ തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വാഴയ്ക്കയും പിന്നെ വൃത്തിയാക്കി വെച്ചേക്കുന്ന ഉണക്കമീനും ചേർത്ത് ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്നങ്ങ് വേവിച്ചെടുക്കണേ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ദാണ്ടെ ഇതേപോലെ ഇതുപോലെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഒന്ന് എടുക്കണം. ഫ്ലെയിം ഓഫ് ആക്കണം. നല്ല പൊള്ളിയൊരു കറിയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളിങ്ങനെ ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കിക്കോളൂ. ചോറ് കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി കേട്ടോ. നല്ല ടേസ്റ്റിയാണേ.